ചമയങ്ങളുടെ ചടുല താളങ്ങളുടെ അരങ്ങാണ് കലോത്സവം. ഒരുപാട് ഗ്ലാമറസ് ഇനങ്ങൾ കലോത്സവത്തിൽ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ ഒരുപാട് കാഴ്ചക്കാരുണ്ട്. വേദിയിലെ പ്രകടനത്തിന് ശേഷവും വാർത്താ മാധ്യമങ്ങൾ അവ പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാറുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന ചില മത്സരങ്ങൾ കൂടി നമ്മുടെ കലോത്സവത്തിലുണ്ട്. അത്തരത്തിലുള്ള ഒരു മത്സര ഇനത്തിൽ പങ്കെടുത്ത് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ കൂടെയുള്ളത്. എന്റെ പേര് എൽവ മരിയ ബൈജു. ഞാൻ മുതലക്കുളം സെന്റ് ജോർജിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ ഹിന്ദി സ്പീച്ച് ഹയർ സെക്കൻഡറിയിൽ എ ഗ്രേഡ് കിട്ടി. ഞാൻ 5th, 6th, 7th സ്റ്റാൻഡേർഡ്സിലാണ് ഹിന്ദി പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ 10th വരെ CBSE സ്കൂളിലാണ് പഠിച്ചത്. +1 ഞാൻ സെന്റ് ജോർജ് മുതലക്കുളം സ്കൂളിലേക്ക് ചേർന്നു. അവിടെ വെച്ച് എൻ്റെ ഹിന്ദി ടീച്ചർ സിൽവി മിസ് ആണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ കൊണ്ട് സാധിക്കും ഹിന്ദി പ്രസംഗം പറയാമെന്ന്. മിസ്സിന്റെ മോട്ടിവേഷൻ കാരണം പിന്നെ മിസ് കുറെ എനിക്ക് പറഞ്ഞു തരികയും എന്നെ കൂടുതൽ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആദ്യമേ അല്പം ടഫായിട്ട് തന്നെ തോന്നിയായിരുന്നു. ആദ്യമേ പഠിക്കുന്ന സമയത്ത് ഹിന്ദി നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആശയം അറിയാമെങ്കിലും വാക്കുകൾ പറയാൻ പ്രയാസമായിരുന്നു. പിന്നെ കൂടുതൽ പ്രസംഗങ്ങൾ പഠിച്ചും പ്രാക്ടീസ് ചെയ്തും പിന്നെ പ്രൊഫൈൽസ് കാണുമായിരുന്നു. പിന്നെ ന്യൂസ് പേപ്പർ അങ്ങനെ വായിച്ചും അത്യാവശ്യം നന്നായിട്ടായി അങ്ങനെ പറയുകയോ ചെയ്ത്. അതുപോലെ സ്റ്റേറ്റ് കലോത്സവമാണ്. എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേജ് ആശ്രമ മൈതാനത്തുള്ള മീഡിയ ഭവനിലേക്ക് എത്താറുണ്ട്. അവരുടെ ഈ സാധനം പ്രകടനങ്ങൾ മീഡിയ എയർ ചെയ്യാറുണ്ട്. ഇവിടെ പോയിട്ടില്ലായിരുന്നു അവിടേക്ക്? ഞാൻ പോയായിരുന്നു. അവിടെ നമ്മൾ ഭരതനാട്യം മീൻസ് കാണുമ്പോൾ നമുക്ക് കണ്ണിന് കളർഫുൾ ആയിട്ടുള്ള വീഡിയോസ് പിടിക്കാൻ ബിസി ആയിരുന്നു. പിന്നെ ഹിന്ദി സ്പീച്ച്, സംസ്കൃതം സ്പീച്ച് എന്നൊക്കെ ഇൻഡിവിജ്വലായിട്ടും നമ്മളെപ്പോഴും ഒരു ഡിപ്രസ്ഡ് വേയിൽ ട്രീറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ പിടിക്കാൻ സാധിച്ചില്ല ചാനലിലേക്ക്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്നില്ല, പക്ഷെ കാണാൻ ആളുകളില്ല എന്നുള്ളൊരു ചെറിയൊരു സങ്കടം. प्रतिस्पर्धा करना और जीतना हो गया है. तीसरी सहस्राब्दी दहलीज पर मनुष्य अभी भी अपने हथेली में सितारों को पकड़ने के लिए संघर्ष कर रहा है. हम अब एक आधुनिक युग में हैं, जहां मानव जीवन का हर क्षेत्र में संशोधन किए जा रहे हैं. हम अब एक पूर्ण दुनिया में हैं, जहां शून्य और एक बार के बारे में केवल കമ്പ്യൂട്ടർ ഹി സംജാ സത്താ ഹെ. കലോത്സവത്തിലെ ഓരോ വിജയവും ഒരുപാട് നാളത്തെ പരിശ്രമത്തിന്റെ ഫലമാണ്. കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണ്. അംഗീകരിക്കേണ്ടത് നമ്മളാണ്. ടീം മൂവി വേൾഡ് മീഡിയ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.